നമുക്കിന്ന് നല്ലൊരു പലഹാരമാണ് 4 മണി പലഹാരം. അത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്, ഗോതമ്പ് അപ്പം. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എത്ര വെച്ചെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. കൂടുതൽ ആളുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കുക. ഇത് വെച്ചിട്ട് ഒരു 1.5 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. ഈ പൊടി വെച്ചിട്ട് നമുക്കൊരു 5 അപ്പമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളി ചെറുതായി അരിയുക. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മുറി തേങ്ങ എത്ര ഇടാട്ടോ. തേങ്ങ ഇട്ടാലാണിത് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇപ്പോൾ ഒരു മുറി എടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് പൊടിയിലേക്ക് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ പൊടി എടുക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി തേങ്ങ അതിലേക്ക് ചിരകിയിട്ട് കൊടുക്കുക. ഇതൊക്കെ കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് നല്ലോണം കൈ വെച്ചിട്ട് ഒന്ന് തിരുമ്പി കൊടുക്കുക. തേങ്ങയുടെ പാലും ഉള്ളിയൊക്കെ കൂടി ഒന്ന് അതിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് ഒന്ന് തിരുമ്പി കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് പച്ചവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് കുഴക്കുമ്പോൾ നമുക്കൊന്ന് ലൂസിൽ കുഴക്കണം കേട്ടോ. ചപ്പാത്തി മാവ് കുഴക്കും പോലെയല്ല, ഒന്ന് ലൂസിൽ കുഴക്കണം. എന്നാലേ നമുക്കിത് പരത്തുമ്പോൾ ഇങ്ങനെ പരന്ന് വരുള്ളൂ. നമ്മളിത് കൈ വെച്ചിട്ടാണ് ഇത് പരത്തി കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ പരുവ് എങ്ങനെയാ വെച്ചാൽ നമുക്ക് കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. എല്ലാ പൊടി ഇതേപോലെ കുഴച്ചെടുക്കുക. ഇനി നമുക്കിതിങ്ങനെ വാരിയിട്ട് ഇങ്ങനെ പൊന്തിച്ച് നോക്കുമ്പോൾ നമുക്കിതിങ്ങനെ മുറിഞ്ഞ് ചാടണം. കുറേശ്ശെ ഇങ്ങനെ മുറിഞ്ഞ് ചാടണം. ഇതാണ് ഇതിൻ്റെ പരുവ. ഇതേപോലെ ആയാലും നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കുക. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കുറേ നേരം നമുക്കിത് കുഴച്ച് വെക്കുക, ഒന്നും ചെയ്യണ്ട. ഇത് അപ്പം തന്നെ ഉണ്ടാക്കുക. പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കുക. ഗോതമ്പ് പൊടി ഉണ്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഗോതമ്പ് പൊടിയാണ് ടേസ്റ്റ് ഇട്ട. അരിപ്പൊടിയിൽ നമുക്കിത് ഇത്ര ടേസ്റ്റ് ഇല്ല. നമ്മൾ ഇരുമ്പ് ചീഞ്ചട്ടി ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ചട്ടിയാണ് ഉള്ളത് വെച്ചെങ്കിൽ ആ ചട്ടിയിൽ ഇതേപോലെ നമുക്കിത് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കത് ഒരു ഉരുള ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ പരത്തി കൊടുക്കുക. അപ്പോൾ കുറച്ച് നമുക്ക് കയ്യൊന്ന് വെള്ളത്തിൽ മുക്കുക. നല്ലോണം ചട്ടി ചൂടായാൽ പിന്നെ തീ ഒന്ന് കുറച്ച് വെക്കുക. അപ്പോൾ ഈ തീ കുറച്ച് വെക്കുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുത്താൽ നമുക്ക് കയ്യുമേൽക്ക് ആവി എടുക്കുകയൊന്നുമില്ല. ഇതേപോലെ നമുക്ക് എല്ലതും പരത്തിയെടുക്കുക. അപ്പോൾ ഈ പരത്തുമ്പോൾ നമുക്ക് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കുക. പച്ചവെള്ളത്തിൽ കുറച്ച് പച്ചവെള്ളം അവിടെ വെക്കുക. എന്നിട്ട് ഈ കൈ ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് ഇതേപോലെ നമുക്കൊന്ന് പരത്തി കൊടുക്കുക. ഇതിങ്ങനെ പരന്ന് കിട്ടാനാണ് ഇതേപോലെ പരത്തി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇരുമ്പ് ചീഞ്ചട്ടി ആകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ ഇതേപോലെ പരന്ന് കിട്ടും. കൈമേൽക്ക് ആവി എടുക്കുകയൊന്നും ചെയ്യില്ല. തീ നല്ലോണം കുറച്ച് വെക്കുക. ചട്ടി നല്ല ചൂടായാൽ തീ നല്ലോണം കുറച്ച് വെക്കുക. അപ്പം ഇതേപോലെ നമുക്ക് എല്ലാതും ചുട്ടെടുക്കുക. ഒരു 5 അപ്പം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു 1.5 ഗ്ലാസ് പൊടിയിൽ. ഇപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ എല്ലാവരും വീട്ടിലുള്ളതല്ലേ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല രസമാണ് ഇത് ഉണ്ടാക്കി കഴിക്കാൻ. 4 മണിക്കോ എപ്പോഴാണെങ്കിലും കഴിക്കാം. 4 മണിക്കാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കിത് കറിയൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാം. പണ്ടൊക്കെ അമ്മമാരുണ്ടാക്കിയതാണ്. എണ്ണ ഒന്നും അധികം ഇല്ലാതെ നമുക്കിത് ഇതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തടവി കൊടുക്കണം കേട്ടോ. ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.